ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ലാത്ത പൊതു നോമ്പറക്കലാണ്. പിഷാരടി ഇന്നലെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ട് സ്വീകരിക്കുന്നുണ്ട്. റസാഖ് വന്നാലും സ്വീകരിക്കും, ശോഭ വന്നാലും സ്വീകരിക്കും. ഞങ്ങളുടെ അഭിപ്രായം പിഷാരടി ജയിക്കണം എന്നുള്ളത് അത്ര. സിനിമാ മേഖല നമുക്ക് ഉദ്ദേശിക്കണ്ട, ആത്മാർത്ഥ കോൺഗ്രസ്സുകാരൻ. സിനിമ അയാളുടെ തൊഴിലാണല്ലോ, സിനിമ അയാളുടെ തൊഴിലാണല്ലോ. പക്ഷേ ആത്മാർത്ഥമുള്ള ഒരു കോൺഗ്രസ്സുകാരൻ. 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു വലിയ നമ്മളെന്താണ് പറയുക, ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്ന് പറയുന്ന ഒരു വലിയ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. പാലക്കാട് മണ്ഡലം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് UDF എന്നും അനുകൂലമായിട്ടുള്ള, എന്നും ഏറ്റവും യുക്തിസഹമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ മത്സരിക്കാൻ പറ്റുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. ഞാൻ വളരെ പ്രതീക്ഷയിൽ തന്നെയാണ്. പാലക്കാട് മണ്ണാണ്. ഈ മണ്ണിൽ എന്നും UDF തരംഗം തന്നെ ഉണ്ടാവുള്ളൂ, അതിൽ മാറ്റമൊന്നുമില്ല. അങ്ങനെ പാലക്കാട് മണ്ഡലത്തിലെ ഒരു കട്ടയ്ക്കുള്ള മത്സരത്തിലെ 3 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. അതിലൊന്നാണ് സിനിമാ മേഖലയിൽ നിന്ന് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ട് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന രമേശ് പിഷാരടി. എന്തായാലും പാലക്കാട് രമേശ് പിഷാരടി വരുമ്പോൾ ജനങ്ങൾ അവരെ എത്രത്തോളമാണ് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എത്രത്തോളം ജനങ്ങൾ അവരെ കാണുന്നു, അല്ലെങ്കിൽ രമേശ് പിഷാരടിയെ നോക്കുന്നു എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം. എന്തായാലും രമേശ് പിഷാരടി ഒരു ഇഫ്താർ വിരുന്നിലേക്കാണ് വരുന്നത്. ഈ വിരുന്ന് അവരോടൊപ്പം പങ്കെടുത്തുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുമായിട്ട് ഒരു നേരിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്കാണ് എന്തായാലും രമേശ് പിഷാരടി വരുന്നത്. നമുക്ക് ചോദിക്കാം, രമേശ് പിഷാരടി വരുമ്പോൾ എന്താണ് ഒരു പ്രതീക്ഷ? വിജയിക്കാൻ തന്നെയല്ലേ വരുന്നത്? ജയിക്കാൻ തന്നെയാണ് വരുന്നത്. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി 3ാം സ്ഥാനത്തേക്ക് പോകും. കഴിഞ്ഞ തവണ 37,000 വോട്ട് പഠിച്ച്, ഇപ്രാവശ്യം ഒരു പക്ഷേ 20,000 വോട്ടിൽ താഴെ വരും മാർക്സിസ്റ്റ് പാർട്ടി. വലിയ മാറ്റം തന്നെയാണ് വരിക. കേരളത്തിൽ UDF തരംഗമുണ്ടാവും. തീർച്ചയായിട്ടും. UDF വരട്ടെ, നാട് UDF ഇതുകൊണ്ട് അങ്ങനെ പറയണേ പറയാം. അതും വെച്ചോളി, എല്ലാം UDF കാരാണ്. അഭിപ്രായങ്ങളെ പറ്റി പറയാൻ UDF ഒരു പാരമ്പര്യ കോട്ടയാണ് ഇവിടെ. അത് ആര് മത്സരിച്ചാലും UDF കാരണം നിവർത്തില്ല, കാരണം പാവങ്ങളാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം കഴിഞ്ഞ ഇലക്ഷൻ അവര് തന്നെ പറഞ്ഞത്. ഒരിക്കലേ ശോഭ വന്നാൽ അഭിപ്രായം പറയണം, പിഷാരടി വന്ന അഭിപ്രായം പറയണം. പാലക്കാട് എല്ലാവർക്കും സ്വാഗതം. അതിന് ജയിക്കുന്ന സ്ഥാനാർത്ഥി ആരെങ്കിലും തീരുമാനിക്കാം. പാർട്ടി തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയായോ അവർക്ക് നമ്മൾ കച്ചകെട്ടി പ്രവർത്തി ഉത്തരവാദിത്തം നമുക്കാണ്. ഒന്നുമില്ല. മോഡി വന്നിട്ട് മാറ്റാ അവിടെ സുക്കൂത്ത ആർക്ക് മാറ്റാ ഡംപിന് വെള്ളം മാറ്റാൻ എണ്ണ വേണമെങ്കിൽ ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ലാത്ത പൊതു നോമ്പറക്കലാണ്. പിഷാരടി ഇന്നലെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ട് സ്വീകരിക്കുന്നുണ്ട്. റസാഖ് വന്നാലും സ്വീകരിക്കും, ശോഭ വന്നാലും സ്വീകരിക്കും. ഞങ്ങളുടെ അഭിപ്രായം പിഷാരടി ജയിക്കണം എന്നുള്ളത് അത്ര. അപ്പോൾ പിഷാരടി ജയിക്കണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ആഗ്രഹം. മാത്രമല്ല UDF വരണം എന്നുള്ള ഒരു ആഗ്രഹവും കൂടി പ്രകടിപ്പിക്കുന്നു. എന്തായാലും ഇഫ്താർ വിരുന്ന് എങ്ങനെയുണ്ട്? ഇഫ്താർ വിരുന്ന് 29 വർഷമായി ഇവിടെ തുടർച്ചയായിട്ട് വഴിയാത്രക്കാർക്കുള്ള നോമ്പോറാണ്. ഇതെല്ലാ കൊല്ലം നടന്നു വരുന്നുണ്ട്. 25 കൊല്ലമായി ഞാൻ നോമ്പർപ്പിക്കൽ. ഇത്തവണത്തെ ഇഫ്താർ വിരുന്നിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ പറയുന്നത് പോലെ തീർച്ചയായിട്ടും മൊത്തം പ്രതീക്ഷിക്കാമല്ലോ. നോമ്പറക്കാൻ വരുന്നുണ്ട്, വിഭവങ്ങളുണ്ട്, ബാക്കിയുള്ള ഫ്രൂട്ട്സ് തന്നെ. സന്തോഷമുള്ള കാര്യമല്ലേ? സന്തോഷമുള്ള വന്നാൽ ഇല്ല, തീർച്ചയായിട്ടും. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കട്ടയ്ക്കുള്ള ഒരു മത്സരം. അതെ അതെ അതെ. അപ്പം സിനിമാ മേഖലയിൽ നിന്ന് രമേശ് പിഷാരടി ജനങ്ങളിലേക്ക് ഇറങ്ങി അവരൊരു പരിഹാരങ്ങൾ പരിഹരിച്ച് ജനങ്ങൾ. ഇല്ല, സിനിമാ മേഖല നമുക്ക് ഉദ്ദേശിക്കണ്ട, ആത്മാർത്ഥ കോൺഗ്രസ്സുകാരൻ. സിനിമ അയാളുടെ തൊഴിലാണല്ലോ, സിനിമ അയാളുടെ തൊഴിലാണല്ലോ. പക്ഷേ ആത്മാർത്ഥമുള്ള ഒരു കോൺഗ്രസ്സുകാരൻ, അത്രേ ഉള്ളൂ. ഇപ്പം MGR സിനിമ നടനല്ലേ? നമ്മൾ സിനിമ കണ്ടാൽ കണ്ടോ? കാണില്ലേ? MGR ഇവരൊക്കെ സിനിമ നടന്മാരല്ലേ? രജനീകാന്ത്, വിജയ്, ഇവരൊക്കെ അവര് തൊഴില്. കോൺഗ്രസ്സുകാരൻ, ആത്മാർത്ഥമുള്ള കോൺഗ്രസ്സുകാരൻ. അത് പാർട്ടി തീരുമാനിച്ചാണല്ലോ. അല്ലേ, ഇലക്ഷൻ അല്ലേ? നമ്മൾ വോട്ട് ചെയ്താൽ ആരും വിജയിക്കും തോൽക്കൊക്കെ ഉണ്ടാവും. നമുക്ക് പിഷാരടി വരാൻ തന്നെ. പിഷാരടിനെ കുറിച്ച് അഭിപ്രായം, കേരളം അറിയപ്പെടുന്ന എല്ലാവരും അംഗീകരിക്കുന്ന ഒരാളാണല്ലോ പിഷാരടി. വെരി ഗുഡ്. രാഷ്ട്രീയ തലത്തിലേക്ക് ഒരുപാട് മുമ്പ് തന്നെ പെട്ടെന്ന് എടുത്ത് ചാടിയതൊന്നുമല്ല. രാഷ്ട്രീയ തലത്തിൽ ഒരുപാട് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടായിരുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും കോൺഗ്രസിനെ കൈവിടാത്ത ഒരേ ഒരു കലാകാരനായിരുന്നു പിഷാരടി. ഒരു കോൺഗ്രസ് പ്രസ്ഥാനം തകർന്നു നിൽക്കുമ്പോൾ ഒരു ലാഭത്തിന് വേണ്ടി വന്നതല്ല, കോൺഗ്രസ് തളർന്നു നിൽക്കുമ്പോൾ നല്ല കാലം. പാലക്കാട് മണ്ണാണ്. ഈ മണ്ണിൽ എന്നും UDF തരംഗം തന്നെ ഉണ്ടാവുള്ളൂ, അതിൽ മാറ്റമൊന്നുമില്ല. ചെങ്കോട്ടെന്നല്ല, ചെങ്കോട്ട എങ്ങനെ ചെങ്കോട്ട വരിക? ത്രിവർണ്ണ പതാക പാറിക്കൊണ്ടിരിക്കുന്ന ഒരു
ജില്ലയാണ് പാലക്കാട് ജില്ല. അതിൽ ഇവിടെ വരുന്ന എല്ലാവരിനെയും സ്വാഗതം ചെയ്യുന്നത് UDF ആണ്. UDF തന്നെ ജയിക്കൊള്ളും. UDF തന്നെ അധികാരത്തിൽ വരും. തട്ടകം നമ്മൾ മാറ്റിയെടുത്തതാണ് അത്. മറിഞ്ഞു വന്ന് ചിഹ്നം ആ പറഞ്ഞേ കേട്ടില്ലേ? രമേശ് പിഷാരടി കാണാൻ നിൽക്കുവാണോ? ആ പറയും ശ്രീചാണ്ടൻ വരുവായി. രമേശ് ചേട്ടാ, ബാങ്ക് വിളിയിൽ നമ്മുടെ നോമ്പ് തുറക്കൽ ഒന്ന് പങ്കെടുത്തിട്ട് ഓടി വരാം. ഞാനങ്ങനെ എതിർ എന്ന വാക്കിനേക്കാൾ ഞാൻ ഇന്നലെ തന്നെ ഞാൻ മറ്റൊരു പക്ഷം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ ഇവിടെ നോമ്പ് തുറക്കുന്നു, ഇവിടെ ഉള്ളവരല്ലേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു അവസാനത്തെ ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ നാളെ പെരുന്നാളാവാനുള്ള സാധ്യതയുണ്ട്. നമുക്കൊന്ന് ക്രോസ് ചെയ്താലോ അങ്ങോട്ട്? ഒരു നോമ്പ് പറയും കൂടെ ഉണ്ട്. ഞാൻ എന്ത് തോന്നാനാ, അത് ഒരു 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു വലിയ നമ്മൾ എന്താണ് പറയുക, ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്ന് പറയുന്ന ഒരു വലിയ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. പാലക്കാട് മണ്ഡലം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് UDFന് എന്നും അനുകൂലമായിട്ടുള്ള, എന്നും ഏറ്റവും യുക്തിസഹമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ മത്സരിക്കാൻ പറ്റുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. ഞാൻ വളരെ പ്രതീക്ഷയിൽ തന്നെയാണ്. അത് പലർക്കും അറിയില്ലായിരുന്നു. എനിക്കങ്ങനെ അത് പറയേണ്ട ഒരു ആവശ്യം വരികയോ അല്ലെങ്കിൽ പറയേണ്ട ആവശ്യം വന്നിട്ടില്ല എന്നല്ല, ഞാൻ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞാലും ഇത്ര ഉറക്കെ പറയേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ലാത്തതുകൊണ്ട് ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴാണ് അത് ആൾക്കാർ അറിഞ്ഞതെന്നുള്ളൂ. ഇനി ക്രോസ് ചെയ്യണോ? ബാ. ആ പാലക്കാടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിലായിരുന്നു വേണ്ടുന്നത്. ചേട്ടൻ പാലക്കാട് ജനിച്ചത് പറഞ്ഞതുപോലെ തന്നെ അറിയില്ല. രാഷ്ട്രീയ രീതിയിൽ ഇറങ്ങി മനസ്സിലാക്കുമെങ്കിൽ എന്ത് മനസ്സിലാക്കുന്ന ചോദിക്കുന്നത്? പിഷാരടി ഈ ഒരു നാട്ടുകാരനാണ്, അല്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഞാൻ ഇവിടുത്തുകാരനാന്നുള്ളത്. ആ അതല്ലേ കണ്ടോണ്ടിരിക്കുന്നേ. സ്വീകൃതി ഉണ്ടല്ലോ, അവർ എല്ലാവരും വളരെ സ്നേഹമുള്ള നല്ല ആൾക്കാരാണ്. അതിൻ്റെ ഒരു സുഖവും സന്തോഷവും സ്നേഹമൊക്കെ അനുഭവമുണ്ട്.